ഭൂമിയിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് മനുഷ്യർ എന്നാണ് നമ്മൾ കരുതുന്നത്. നൂതനമായ സാങ്കേതിക വിദ്യകളും ശക്തമായ ആയുധങ്ങളും ആധുനിക മെഷീൻ ഗണ്ണുകളും നമ്മുടെ കയ്യിലുണ്ട്. പ്രകൃതിയിലെ ഏത് ശക്തിയെയും കീഴടക്കാൻ കെൽപ്പുള്ള സൈന്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഒരു കാലത്ത് ലോകത്തിലെ വൻ ശക്തിയായ ഒരു രാജ്യത്തിന്റെ സൈന്യം പറക്കാൻ കഴിവില്ലാത്ത കുറച്ച് പക്ഷികളോട് പടവെട്ടി തോറ്റ് തുന്നം പാടിയ ഒരു സംഭവമുണ്ട്. കേൾക്കുമ്പോൾ തമാശയായി തോന്നും. ഇത് 100% സത്യമായ ഒരു ചരിത്രമാണ്. ഓസ്ട്രേലിയയിൽ നടന്ന ദി ഗ്രേറ്റ് എമു വാർ അഥവാ എമു മഹായുദ്ധം. ലോക ചരിത്രം പരിശോധിച്ചാൽ വിചിത്രമായ അനേകം പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, വെറും ഒരു ബക്കറ്റിനു വേണ്ടി ആയിരങ്ങൾ കൊല്ലപ്പെട്ട ഇറ്റലിയിലെ പ്രശസ്തമായ ബക്കറ്റ് യുദ്ധം. അതുപോലെ വെറും 30 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആംഗ്ലോ സാൻസിബാർ യുദ്ധം. എന്നാൽ ഇതിനേക്കാൾ വിചിത്രവും മനുഷ്യന്റെ അഹന്തയ്ക്ക് പ്രകൃതി നൽകിയ പ്രഹരവുമായിരുന്നു എമു യുദ്ധം. പ്രകൃതി ശക്തിക്ക് മുന്നിൽ ആയുധങ്ങൾ ഏന്തിയ മനുഷ്യൻ നിസ്സാരനാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച സംഭവമായിരുന്നു അത്. 1932 പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കാംബിയോൺ ജില്ലയിലാണ് ഈ യുദ്ധം അരങ്ങേറിയത്. ഒരു വശത്ത് മനുഷ്യരും മറുവശത്ത് എമു പക്ഷികളും. പക്ഷെ ഈ യുദ്ധത്തിലേക്ക് വഴിതെളിച്ച സാഹചര്യങ്ങൾക്ക് ഒരു വലിയ ചരിത്രമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വിജയിച്ച് തിരികെ മടങ്ങിയെത്തിയ പട്ടാളക്കാർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ കൃഷി ചെയ്യാനായി കുറച്ച് ഭൂമി പതിച്ചു നൽകി. രാജ്യത്തിന് വേണ്ടി ചോര ഒഴുക്കിയ വിമുക്ത ഭടന്മാരെ പുനരധിവസിപ്പിക്കാനും ഒപ്പം രാജ്യത്തെ ഗോതമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാനുമായിരുന്നു സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഭൂമികളെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ ദൂരെ വന്യമൃഗങ്ങൾ നിറഞ്ഞ ഉൾനാടൻ പ്രദേശങ്ങളിലായിരുന്നു. കഠിനാധ്വാനം ചെയ്ത് അവർ അവിടെ കൃഷി ആരംഭിച്ചെങ്കിലും 1930കളുടെ തുടക്കത്തിൽ ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ വലിയ സാമ്പത്തിക മാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറി. കടുത്ത വരൾച്ചയും വിളകളുടെ വിലയിടിവും കാരണം ഈ പാവപ്പെട്ട കർഷകർ ആകെ ദുരിതത്തിലായി. അങ്ങനെ ഒരു ദുരന്തപൂർണമായ സാഹചര്യത്തിലേക്കാണ് ഇടുത്തി പോലെ ഒരു വമ്പൻ അധിനിവേശം നടക്കുന്നത്. അത് മനുഷ്യരുടെ അധിനിവേശമായിരുന്നില്ല, പകരം 20,000-ഓളം വരുന്ന കൂറ്റൻ എമു പക്ഷികളുടെ സൈന്യമായിരുന്നു. സാധാരണയായി ഓസ്ട്രേലിയയിലെ ഉൾനാടൻ മരുഭൂമി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എമുക്കൾ ഇണചേരൽ കാലം കഴിയുന്നതോടെ ശുദ്ധജലവും ഭക്ഷണവും തേടി തീരദേശ മേഖലകളിലേക്ക് കൂട്ടത്തോടെ ദേശാടനം നടത്താറുണ്ട്. നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണിത്. എന്നാൽ ഈ സമയത്ത് ഓസ്ട്രേലിയൻ ഉൾനാടുകളിൽ പുതുതായി ഉയർന്നു വന്ന ഗോതമ്പ് പാടങ്ങളും അവിടെ സുലഭമായി ലഭിച്ച ശുദ്ധജലവും കന്നുകാലികൾക്കായി കർഷകർ ഒരുക്കി വെച്ചിരുന്ന കാലിത്തീറ്റയുമെല്ലാം എമുക്കൾക്ക് മുന്നിൽ ഒരു സ്വർഗരാജ്യം തുറന്നുകൊടുത്തു. ഭക്ഷണവും വെള്ളവും ധാരാളമായി കണ്ടതോടെ എമുക്കൾ ദേശാടനം അവസാനിപ്പിച്ചു. അവ കാംബിയോണിലെ കൃഷിയിടങ്ങളിലേക്ക് ഇരച്ചു കയറി. ആയിരക്കണക്കിന് വരുന്ന ഈ കൂറ്റൻ പക്ഷികൾ കർഷകരുടെ പാടങ്ങൾ അപ്പാടെ നശിപ്പിച്ചു കളഞ്ഞു. കാട്ടുമുയലുകൾ പാടത്തേക്ക് കടക്കാതിരിക്കാൻ കർഷകർ കഷ്ടപ്പെട്ട് നിർമ്മിച്ച കമ്പി വേലികൾ എമുക്കൾ തങ്ങളുടെ കരുത്തുറ്റ ശരീരവും കൂർത്ത നഖങ്ങളും ഉപയോഗിച്ച് തകർത്തെറിഞ്ഞു. ഈ വേലികളും തകർന്നതോടെ പാടത്തേക്ക് മുയലുകളും മറ്റു വന്യജീവികളും കൂട്ടത്തോടെ കടന്നു കയറുകയും കർഷകരുടെ ശേഷിച്ച പ്രതീക്ഷകൾ കൂടി ഇല്ലാതാക്കുകയും ചെയ്തു. സ്വന്തം കൃഷി കൺമുന്നിൽ നശിക്കുന്നത് കണ്ട കർഷകർക്ക് സഹികെട്ടു. എന്നാൽ അവറ്റകളെ നേരിടാൻ കർഷകരുടെ കയ്യിൽ ആവശ്യത്തിന് വെടിയുണ്ടകളോ ആയുധങ്ങളോ ഇല്ലായിരുന്നു. മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത മുൻ സൈനികരായിരുന്നു ഈ കർഷകർ. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ അവർ ഔദ്യോഗിക സൈനിക സഹായത്തിനായി ഓസ്ട്രേലിയൻ സർക്കാരിനെ സമീപിച്ചു. തങ്ങളുടെ സഹപ്രവർത്തകരായ വിമുക്ത ഭടന്മാരുടെ കണ്ണീര് കണ്ട പ്രതിരോധ മന്ത്രാലയം ഒടുവിൽ ആ തീരുമാനമെടുത്തു: പക്ഷികളെ കൊന്നൊടുക്കാൻ സാക്ഷാൽ ഓസ്ട്രേലിയൻ പട്ടാളത്തെ തന്നെ അയക്കുക. അങ്ങനെ റോയൽ ഓസ്ട്രേലിയൻ ആർട്ടിലറിയിലെ മേജർ DPW മെറിഡീത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കാംബിയോണിലേക്ക് തിരിച്ചു. 2 ശക്തരായ സൈനികർ, അവർക്ക് കൂട്ടിനായി 2 ലൂയിസ് അസോൾട്ട് മെഷീൻ ഗണ്ണുകൾ, ഒപ്പം 10,000 റൗണ്ട് വെടിയുണ്ടകളും. യുദ്ധക്കളത്തിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഈ മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് പറക്കാൻ കഴിയാത്ത പക്ഷികളെ മിനിറ്റുകൾക്കുള്ളിൽ വെടിവെച്ച് വീഴ്ത്താമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഓസ്ട്രേലിയൻ സൈന്യം. എന്നാൽ കളത്തിൽ ഇറങ്ങിയപ്പോഴാണ് തങ്ങൾ നേരിടുന്നത് സാധാരണ പക്ഷികളെയല്ല, പകരം ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു പക്ഷി സൈന്യത്തെ തന്നെയാണെന്ന് പട്ടാളം തിരിച്ചറിഞ്ഞു. 1932 നവംബർ 2-നാണ് ആദ്യ റൗണ്ട് വെടിവെപ്പ് നടന്നത്. ദൂരെ ഒരു പാടത്ത് നിൽക്കുന്ന 50ഓളം എമുക്കളെ ലക്ഷ്യമിട്ട് സൈനികർ മെഷീൻ ഗണ്ണ് തയ്യാറാക്കി നിർത്തി. തോക്കിൽ നിന്നും ആദ്യത്തെ വെടി ഉതിർന്ന ആ നിമിഷം പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഒരു അത്ഭുതം നടന്നു. വെടിശബ്ദം കേട്ട നിമിഷം തന്നെ എമുക്കൾ അതിവേഗത്തിൽ പല വഴികളിലേക്ക് ചിതറിയോടി. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയുന്ന എമുക്കൾ മെഷീൻ ഗണ്ണുകൾക്ക് ലക്ഷ്യം വെക്കാൻ കഴിയാത്ത വിധം വളരെ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഓടിയത്. തങ്ങളുടെ 10,000 വെടിയുണ്ടകൾക്ക് മുന്നിൽ കൂട്ടമായി നിൽക്കാതെ എമുക്കൾ കാണിച്ച ആ ബുദ്ധി സൈനികരെ ഞെട്ടിച്ചു കളഞ്ഞു. തുടർന്ന് നവംബർ 4-ാം തീയതി മേജർ മെറിഡിത്ത്
ഒരു കെണിയൊരുക്കി. ആ പ്രദേശത്തെ ഡാമിനടുത്തേക്ക് കുടിവെള്ളത്തിനായി എമുക്കൾ കൂട്ടത്തോടെ വരുന്നുണ്ടെന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചു. കർഷകരുടെയും പാടങ്ങളുടെയും മറവിൽ ഒളിച്ചിരുന്ന സൈന്യം എമുക്കൾ അടുത്തേക്ക് വരാൻ ക്ഷമയോടെ കാത്തുനിന്നു. പക്ഷികൾ തൊട്ടടുത്തെത്തിയപ്പോൾ സൈനികർ യന്ത്രത്തോക്കുകളുടെ ട്രിഗറിൽ ആഞ്ഞമർത്തി. എന്നാൽ പ്രകൃതി വീണ്ടും ആ മനുഷ്യരെ നോക്കി കൊഞ്ഞനം കുത്തി. വെറും 12ഓളം പക്ഷികൾ നിലത്ത് വീണപ്പോഴേക്കും ആ ലൂയിസ് മെഷീൻ ഗണ്ണ് ജാമായി പോയി. തോക്ക് കേടായ ആ നിമിഷം ബാക്കിയുള്ള ആയിരക്കണക്കിന് എമുക്കൾ ഒരൊറ്റ മില്ലി സെക്കൻഡ് പോലും പാഴാക്കാതെ ഒരു പക്ക കമാൻഡോ സൈനിക നീക്കം പോലെ കൃത്യമായി ചിതറിയോടി. മനുഷ്യർ കണ്ടുപിടിച്ച അത്യാധുനിക ആയുധങ്ങളെയും യുദ്ധതന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് എമുക്കൾ തങ്ങളുടെ സ്വന്തം ഗറില്ല യുദ്ധതന്ത്രം പുറത്തെടുക്കുകയായിരുന്നു അന്ന്. കൂടാതെ ചില എമുക്കൾക്ക് ശരീരത്തിൽ വെടിയുണ്ടകൾ ഏറ്റാലും നിലത്ത് വീഴാതെ അതിവേഗത്തിൽ ഓടി രക്ഷപ്പെടാനുള്ള വിചിത്രമായ പ്രതിരോധ ശേഷി കൂടിയുണ്ടായിരുന്നു. അവയുടെ കട്ടിയുള്ള തൂവലുകളുടെ ലെയറുകളും ശരീരത്തിന്റെ ഘടനയും പലപ്പോഴും ദൂരത്തു നിന്നുള്ള വെടിയുണ്ടകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയില്ലാതെ വന്നതോടെ ഓസ്ട്രേലിയൻ സൈന്യം അടുത്ത വിചിത്രമായ പരീക്ഷണം നടത്തി. ഒരു ട്രക്കിന്റെ പുറകിൽ ലൂയിസ് മെഷീൻ ഗൺ ഉറപ്പിച്ചു. ഓടുന്ന ട്രക്കിലിരുന്ന് അതിവേഗത്തിൽ ഓടുന്ന എമുക്കളുടെ പിന്നാലെ പാഞ്ഞു ചെന്ന് വെടിവെക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ വയലിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ അതിവേഗം ട്രക്ക് ഓടിക്കാൻ കഴിയില്ലെന്ന് പട്ടാളം വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ട്രക്കിനേക്കാൾ വേഗത്തിൽ എമുക്കൾ മുന്നിലോടി. അതുമാത്രമല്ല, ട്രക്കിന്റെ കടുപ്പമേറിയ കുലുക്കം കാരണം സൈനികർക്ക് ലക്ഷ്യം തെറ്റുകയും വെടിയുണ്ടകൾ വായുവിൽ പാഴാവുകയും ചെയ്തു. ഒടുവിൽ ഒരു എമു ട്രക്കിന്റെ സ്റ്റിയറിംഗിലേക്ക് തട്ടി വീഴുക കൂടി ചെയ്തതോടെ ആ ദൗത്യവും അപഹാസ്യമായി അവസാനിച്ചു. വെറും 6 ദിവസത്തെ കഠിനമായ പോരാട്ടത്തിനൊടുവിൽ 2500ഓളം വെടിയുണ്ടകൾ വായുവിൽ ചെലവഴിച്ചിട്ടും സൈന്യത്തിന് കൊല്ലാൻ കഴിഞ്ഞത് വെറും 50-ൽ താഴെ എമുക്കളെ മാത്രമായിരുന്നു. ഈ വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ വലിയ കോളിളക്കമുണ്ടായി. വിദേശ മാധ്യമങ്ങൾ ഓസ്ട്രേലിയൻ സൈന്യത്തെയും ഗവൺമെന്റിനെയും അതിക്രൂരമായി കളിയാക്കാൻ തുടങ്ങി. ലോകത്തിലെ വൻ ശക്തിയായ സൈന്യം കുറച്ച് പക്ഷികളോട് തോറ്റോടുന്നു എന്ന തരത്തിൽ വാർത്തകൾ ലോകമെമ്പാടും പ്രചരിച്ചു. ഒടുവിൽ നിരാശനും അപമാനിതനുമായ മേജർ മെറിഡിത്ത് തന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി വെക്കാൻ പ്രേരിതനായി: ഈ പക്ഷികൾക്ക് ടാങ്കുകളുടെ പ്രതിരോധ ശേഷിയുണ്ട്. കമാൻഡോകളെ പോലെ പരിക്കുകളെ ചെറുക്കാൻ സാധിക്കുന്ന ഒരു സൈന്യമാണ് എമുക്കൾക്കുള്ളതെങ്കിൽ അവർക്ക് ലോകത്തിലെ ഏത് സൈന്യത്തെയും നിസ്സാരമായി തോൽപ്പിക്കാൻ സാധിക്കും. ഈ വൻ അപമാനം നേരിട്ടതോടെ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഈ യുദ്ധത്തിൽ ആർക്കെങ്കിലും മെഡൽ നൽകേണ്ടതുണ്ടെങ്കിൽ അത് മനുഷ്യർക്കല്ല, ആ വീരന്മാരായ എമുക്കൾക്കാണ് എന്ന് പാർലമെന്റിൽ തമാശകൾ ഉയർന്നു. ഒടുവിൽ 10,000 വെടിയുണ്ടകളിൽ ഭൂരിഭാഗവും പാഴാക്കി നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഓസ്ട്രേലിയൻ സൈന്യം യുദ്ധകളത്തിൽ നിന്നും പിൻവാങ്ങി. അങ്ങനെ ദി ഗ്രേറ്റ് എമു വാർ അന്തിമമായി പക്ഷികളുടെ വിജയത്തിൽ കലാശിച്ചു. സൈന്യം പരാജയപ്പെട്ടെങ്കിലും കർഷകരുടെ പ്രശ്നം അവിടെ തന്നെ ശേഷിച്ചു. പടിയടച്ച് പിൻവാങ്ങിയ സർക്കാർ പിന്നീട് ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചു. എമുക്കളെ കൊല്ലുന്നവർക്ക് സർക്കാർ പാരിതോഷികമായി പണം പ്രഖ്യാപിച്ചു. അതോടെ പ്രദേശവാസികളായ ആളുകൾ സ്വന്തം നിലയിൽ വേട്ടയാടൽ ആരംഭിക്കുകയും ആയിരക്കണക്കിന് എമുക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് കൃഷിയിടങ്ങൾക്ക് ചുറ്റും വമ്പൻ അതിർത്തി വേലികൾ നിർമ്മിച്ചതോടെയാണ് ഓസ്ട്രേലിയൻ കർഷകർക്ക് എമു ശല്യത്തിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിച്ചത്. എങ്കിലും സകല സാങ്കേതിക വിദ്യയും അത്യാധുനിക മെഷീൻ ഗണ്ണുകളും ഉണ്ടായിരുന്നിട്ടും പ്രകൃതിയുടെ കൊച്ചു പടപ്പുകളായ ഒരു കൂട്ടം പക്ഷികൾക്ക് മുന്നിൽ മനുഷ്യരാശിയുടെ അഹങ്കാരവും സൈനിക വ്യൂഹവും മുട്ടുകുത്തേണ്ടി വന്ന എമു യുദ്ധം എന്നും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും രസകരവും വിസ്മയകരവുമായ ഒരേടായി നിലകൊള്ളും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.